യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാർ വിശ്വാസികൾക്കൊപ്പം നിന്നെന്ന് NSS ജനറൽ സെക്രട്ടറി പറയുന്നത് സർക്കാർ തെറ്റു തിരുത്തിയെന്നു കൂടി കൂട്ടിച്ചേർത്താണ്. അതായത് സമദൂരത്തിൽ നിന്ന് സർക്കാരിനും LDFനുമുള്ള രാഷ്ട്രീയ പിന്തുണ. ഭൂരിപക്ഷ സമുദായത്തിന്റെ പിന്തുണയ്ക്കായി സർക്കാർ നടത്തുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയ കളിയാണ് ശബരിമല വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നതെന്ന് മനസ്സിലാക്കാതെയാണ് സുകുമാരൻ നായർ ഇങ്ങനെ നിലപാടെടുത്തതെന്ന് പറയാൻ എടുത്ത നിലപാടാണ്. അതിന്നും ഞങ്ങൾ തുടരുന്നു എന്നുള്ളൂ. മുൻപ് നമ്മൾ കോൺഗ്രസിനൊപ്പം BJPക്കൊപ്പം ഒക്കെ തന്നെ ആചാര സംരക്ഷണം നിന്നിരുന്നു. അന്നാണ് ഇതിൽ എതിർത്ത് നിന്നിരുന്നത് എതിർപ്പ് അത് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ്. ഞങ്ങൾക്ക് ആ രാഷ്ട്രീയം ഇല്ല ഇക്കാര്യത്തിൽ. ഈ സമദൂരത്തിൽ എവിടെയാണ് നമുക്കൊരു മാറ്റം വന്നിരിക്കുന്നത്? സർക്കാരിന് ഒരു മാറ്റം വന്നു ഇല്ല. ഇപ്പൊ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് സർക്കാരിന് പഞ്ചായത്ത് പങ്കെടുക്കുകയും സർക്കാരിന് വലിയ ആശ്വാസമാവുകയും ചെയ്തു. അത് നിങ്ങൾ വ്യാഖ്യാനിച്ചു. രണ്ട് തെരഞ്ഞെടുപ്പുകൾ വരുന്നു. അവിടെ നമ്മൾ സമദൂര നിലപാട് തന്നെയാണ്. സമദൂര നിലപാടാണ്. ഈ രാഷ്ട്രീയത്തിന് ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് രാഷ്ട്രീയം ഇല്ല. സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടും ശബരിമലയിൽ ആചാര ലംഘനത്തിന് പിണറായി സർക്കാർ കൂട്ടുനിന്നില്ലെന്ന G. സുകുമാരൻ നായർ പറയുന്നത് പഴയതെല്ലാം സൗകര്യപൂർവ്വം മറന്ന്. ന്യൂനപക്ഷ വോട്ടുകൾ മതി UDFനെന്ന് NSS വിമർശിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPAയുടെയും വോട്ടുകൾ പോലും വേണ്ടെന്ന് പറയാൻ കോൺഗ്രസും ലീഗും തയ്യാറാകാത്തതുകൂടി ഓർമ്മപ്പെടുത്തുന്നതാണ്. നമ്മൾ ആ സമദൂരം തുടരും. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ ഞങ്ങളില്ല. ഈ സമദൂരത്തിൽ നമുക്കൊരു ശരിദൂരം ഉണ്ടോ? ശരിദൂരം ഉണ്ട്. അതാണ് ഇപ്പൊ കാണിച്ചതാ. സമദൂരം എപ്പോഴും സമദൂരം. ജനറൽ സെക്രട്ടറി വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. അതിൽ സമുദായത്തിന്റെ നിലപാട്, സമുദായത്തിന്റെ ശക്തമായ നിലപാട്, LDF അനുകൂല നിലപാട് തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ലേ? ശബരിമല വിഷയത്തിൽ G. സുകുമാരൻ നായരുടെ സർക്കാരിനുള്ള ഗുഡ് സർട്ടിഫിക്കറ്റിന് വെള്ളാപ്പള്ളി നടേശൻ പിന്തുണ നൽകിയതോടെ രണ്ട് പ്രബല ഹിന്ദു സമുദായ സംഘടനകൾ സർക്കാരിനൊപ്പം ചേർന്ന കാഴ്ച. പകച്ചു നിൽക്കുന്ന കോൺഗ്രസ്. സമുദായ സംഘടനകളുടെ നിലപാട് എല്ലാ കാലത്തും സമുദായ അംഗങ്ങൾ മുഖവിലക്കെടുക്കുമെന്ന് പറയാനാകില്ലെങ്കിലും ഈ പിന്തുണയിൽ നിന്ന് സമദൂരത്തിലേക്കെങ്കിലും മാറ്റാൻ UDF പാടുപെടേണ്ടി വരും. ശബരിമലയിലെ ആചാര ലംഘനം നടത്തുന്ന സമയത്ത് ഞങ്ങളല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അത് സംരക്ഷിക്കാൻ, ആചാരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി എന്തു വില കൊടുത്തും നിലപാടെടുത്ത് ഞങ്ങളല്ലേ കൂടെ നിന്നത്. ഞങ്ങൾ NSSുമായിട്ടോ SNDP ആയിട്ടോ ഏതെങ്കിലും സമുദായ സംഘടനകളായിട്ടോ കേരളത്തിലെ കോൺഗ്രസിനോ കേരളത്തിലെ UDF നേതൃത്വത്തിനോ ഒരു തർക്കമില്ല. ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ നരേന്ദ്രമോദിയേക്കാൾ വർഗീയവാദിയായ യോഗി ആദിത്യനാഥിൻ്റെ പ്രസംഗം അവിടെ വായിച്ച് മന്ത്രി കോൾമയിർ കൊണ്ടത്, ഇതിനൊക്കെ ഞങ്ങൾ സാക്ഷിയാകേണ്ടി വരില്ലായിരുന്നു. അദ്ദേഹത്തിന് ഇങ്ങനെ മാറി മാറി പറയും. നേരത്തെ പറഞ്ഞിരുന്നത് ഒരു സമുദായ നേതാക്കന്മാരുടെ ചിന്തകരൊക്കെ ഇന്ന് പത്രത്തെ കണ്ട് ഒരു സമുദായ നേതാക്കന്മാരോടും എനിക്ക് വിരോധമില്ല. അപ്പോൾ ഈ കുറേ വൈകി കുറേ വിവേചനം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് അദ്ദേഹത്തിന്. ഇതിനൊന്നും മറുപടി പറഞ്ഞിട്ട് വല്ല കാര്യം. രാഷ്ട്രീയ നിലപാടൊന്നും NSS സ്വീകരിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് കോൺഗ്രസും BJPയും പെരുന്നയുമായി ഞങ്ങൾക്കും നല്ല ബന്ധമെന്ന് പറഞ്ഞാലും സുകുമാരൻ നായർ ഇത് രാഷ്ട്രീയ നിലപാടല്ലെന്ന് പറഞ്ഞാലും ഇതിനേക്കാൾ വ്യക്തമായി സർക്കാരിനും ഇടതു മുന്നണിക്കുമുള്ള പിന്തുണ പറയാൻ കഴിയില്ല. അത്രയ്ക്ക് വ്യക്തതയാണ് സുകുമാരൻ നായർ സർക്കാരിന് പിന്തുണ എന്ന് പറയുമ്പോൾ നൽകുന്നത്. ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ശബരിമലയുടെ വികസനവും അതോടൊപ്പം തന്നെ അവിടുത്തെ എല്ലാ ഭാവി പ്രവർത്തനങ്ങൾക്കും സഹായകരമായ ചർച്ചകളും തീരുമാനങ്ങളും എല്ലാം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാനതിലെല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നു. NSSൻ്റെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതനുസരിച്ച് അദ്ദേഹം പ്രതിനിധി അയച്ചു, കൃത്യമായ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. ഇപ്പോൾ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിനകത്ത് വന്ന വിഷയങ്ങളാണ് വാർത്തയായി കണ്ടത്. അത് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നല്ല സ്വാഗതാർഹമായ ഒരു നിലപാട്, ഒപ്പം ഒരു സൃഷ്ടിപരമായ വിമർശനവും അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട് UDFനും BJPക്കും എതിരായി. യഥാർത്ഥത്തിൽ ആഗോള അയ്യപ്പ സംഘത്തിൽ ഒരു രാഷ്ട്രീയവും ഉണ്ടായിരുന്നില്ല. കേരളത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഒരു മൂന്നാം ഘട്ടത്തിലേക്കുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രവേശനം, അതിന് കേരളം ഒരുങ്ങുന്നു. എല്ലാ വിഭാഗം ജനങ്ങളുടെയും നല്ല പിന്തുണയോടുകൂടിയാണ് ആ മുന്നേറ്റം
ഉണ്ടാവുന്നത്. സർക്കാരിനെ ശബരിമല വിഷയത്തിൽ പ്രശംസിക്കുമ്പോൾ അത് LDFന് കിട്ടുന്ന ആശ്വാസം ചില്ലറയല്ല. NSSൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാനില്ലെന്ന സാഹചര്യത്തിൽ നിന്ന് കിട്ടുന്നത് ബോണസ് എന്ന നിലയിലേക്കാണ്. ഇതിന് സുകുമാരൻ നായരെ പ്രേരിപ്പിച്ചത് വ്യക്തി താൽപ്പര്യങ്ങളാണ് എന്ന ആക്ഷേപം സ്വാഭാവികം മാത്രം. ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ടുകൾ UDFനൊപ്പം ഏറിയും കുറഞ്ഞും കാലാകാലം നിൽക്കുന്നത് NSSന് അറിയാവുന്ന കാര്യമാണ്. ലീഗിലൂടെ മുസ്ലിം വോട്ട് ബാങ്കും സുരക്ഷിതമാക്കാൻ UDFന് മിക്കപ്പോഴും കഴിയുന്നുണ്ട്. അവിടെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാത്തതിനാൽ UDFന് ന്യൂനപക്ഷ വോട്ട് മതി എന്ന ചിന്തയാണെന്ന് സുകുമാരൻ നായർ പറയുമ്പോൾ അതിന് വിശ്വാസ്യത കിട്ടാൻ പ്രയാസമാണ്. ജമാഅത്തെ ഇസ്ലാമിയെയും SDPഐയെയും സമീപകാല ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ആരുടെയും വോട്ട് സ്വീകരിക്കും എന്ന് പറഞ്ഞ് UDF തള്ളിക്കളയാതിരുന്നത് ശരിയാണെങ്കിൽ പോലും NSSന്റെ നിലപാടിന് വിശ്വാസ്യത കുറവ് തോന്നുന്നുണ്ട്. NSS അവരുടെ അഭിപ്രായങ്ങൾ പലതും പറയും. പക്ഷേ NSSുമായി ഞങ്ങൾ UDFനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ തർക്കങ്ങളും അവരുമായിട്ടില്ല. എന്തായാലും അവരുമായി പല കാര്യങ്ങൾക്കും ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ഞങ്ങൾ ഒന്നിച്ചു പോകും. ശബരിമല വിഷയത്തിലെ NSSന്റെ ടേൺ പലതും മറച്ചുവെച്ചാണ്. നാമജപ ഘോഷയാത്രയുമായി NSS രംഗത്തെത്തിയതോടെയാണ് UDFും BJPയും യുവതീ പ്രവേശനത്തിനെതിരെ പ്രക്ഷോഭവുമായി സജീവമായത് എന്ന കാര്യം ശരിയാണ്. എന്നാൽ അതിലെങ്ങനെയാണ് സർക്കാർ നിലപാടിനെ പ്രശംസിക്കേണ്ടത്? നാമജപ ഘോഷയാത്രയെ തെറി ഘോഷയാത്രയെന്ന് ആക്ഷേപിച്ചത് മറന്നു. യുവതികൾ സന്നിധാനത്തെത്തിയതിന് ഹർത്താൽ നടത്തിയതിനെ ആക്ഷേപിച്ച് ഇന്ന് ഹർത്താൽ ഇല്ലേ എന്ന് പരിഹസിച്ച മുഖ്യമന്ത്രി ഇപ്പോൾ ആചാര സംരക്ഷകനായത് NSSന് എങ്ങനെ മനസ്സിലായി? സുകുമാരൻ നായർ പറയുന്നത് ഇനി ആചാര ലംഘനം ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രിയുടെ അറിവോടെ മന്ത്രി VN വാസവൻ ഉറപ്പ് നൽകിയെന്നാണ്. ഈ നിലപാട് പക്ഷേ സർക്കാർ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. KPMSനെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുപ്പിച്ചത് നവോത്ഥാന സംരക്ഷണം ഉറപ്പു നൽകിയാണ്. അതായത് യുവതീ പ്രവേശനത്തിന് അനുകൂലമായ നിലപാട് മാറിയിട്ടില്ലെന്ന്. ഈ ഇരട്ടത്താപ്പിനെയാണ് UDFും BJPയും വിമർശിക്കുന്നത്. സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലത്തെക്കുറിച്ച് പോലും വ്യക്തമായ മറുപടി നൽകാതെ പുകമറ ഉണ്ടാക്കുകയാണ് സർക്കാർ. ഇതൊന്നും NSS ജനറൽ സെക്രട്ടറിക്ക് സർക്കാരിൻ്റെ ഇരട്ടത്താപ്പായി തോന്നുന്നില്ല. മറിച്ച് മന്ത്രി VN വാസവൻ ചെവിയിൽ പറഞ്ഞ ഉറപ്പിനാണ് വില. ജനങ്ങൾ വിഡ്ഢികളല്ല. കാരണം അവർ ചെയ്ത കാര്യങ്ങളെല്ലാം പബ്ലിക് ഡൊമൈനിലുണ്ട്. ഞങ്ങളാരും സമുദായ സംഘടനകളെ വെല്ലുവിളിക്കാറില്ല. ഞങ്ങളാരും ആരെയും അപകീർത്തിപ്പെടുത്താറില്ല. ഇതെല്ലാം ചെയ്തത് CPMും ഗവൺമെൻറ്റുമാണ്. അപ്പോൾ അവരിപ്രാവശ്യം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അത് തൊട്ടു മുമ്പേ കൂടി നടത്തുന്ന ഇത്തരം പരിശ്രമങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷിയുള്ളവരാണ് കേരള ജനത എന്നുള്ളത് ഉറപ്പാണെന്നാണ്. ഏറെക്കാലത്തിന് ശേഷം NSS ജനറൽ സെക്രട്ടറിയുടെ നിലപാടിനെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സർവാത്മന സ്വാഗതം ചെയ്തു. മലപ്പുറം പരാമർശത്തിൽ പോലും ഇതെല്ലാം നടന്നാലുള്ള സംഗമം ലക്ഷ്യം നല്ലതാണ്. ലക്ഷ്യസ്ഥാനത്ത് എത്തണ്ടേ? എത്തിയ ശേഷമല്ലേ നമുക്ക് അതിന്റെ ഗുണങ്ങൾ അനുഭവിച്ചാലല്ലേ. പഞ്ചാര പറഞ്ഞുകൊണ്ടായില്ല, പഞ്ചാര വായിലിട്ട് തന്നാലല്ലേ അതിന് സ്വാതന്ത്ര്യം എനക്കുള്ളൂ. ബൃഹത്തായ പദ്ധതി സർക്കാർ കൊണ്ടുവരുന്നു. നമ്മൾ സഹകരിക്കുക, സഹായിക്കുക, വിജയിപ്പിക്കുക. സുകുമാരൻ നായർ ആണെങ്കിൽ പോലും അതിൽ വെള്ളാപ്പള്ളി പിശു സമദൂരത്തിൽ നിന്ന് ഇടതിലേക്ക് അടുക്കുന്നുവെന്ന സന്ദേശം സുകുമാരൻ നായർ എന്തിനു നൽകിയെന്നതിന് ശബരിമല വിഷയത്തിൽ സർക്കാർ വിശ്വാസികൾക്കൊപ്പമായിരുന്നെന്നോ ആണെന്നോ ഉള്ള വിശദീകരണം പോരാ.
രാഷ്ട്രീയ പിന്തുണ നൽകുമ്പോൾ NSS ജനറൽ സെക്രട്ടറിയുടെ മനസ്സിൽ മൂന്നാമതും ഭരണത്തിലേക്ക് എത്തുന്ന ഇടത് സർക്കാരായിരിക്കും. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാതെ UDF ന്യൂനപക്ഷ പ്രീണനം നടത്തിയെന്ന് പറയുന്നതിലും വിശ്വാസ്യത കിട്ടുന്നില്ല. ഇതെല്ലാം ഉണ്ടെങ്കിലും NSS ജനറൽ സെക്രട്ടറിയെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോവിക്കാതെ മുന്നോട്ട് പോവുകയാണ് UDFും BJPയും. NSSനടക്കമുള്ള സമുദായ സംഘടനകൾക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം, അവരുടെ സ്വാതന്ത്ര്യമാണ്. ഞങ്ങൾക്ക് അതിൽ യാതൊരു പരാതിയില്ല. ഞങ്ങളുടെ തീരുമാനം രാഷ്ട്രീയമായ തീരുമാനമാണ്. യോഗി ആദിത്യനാഥ് പിണറായി വിജയന് പറ്റിയ നല്ല കൂട്ടുകാരനാണ്. NSSന്റെ അടിച്ചതിന്റെ അകത്തേക്ക് അദ്ദേഹം കയറ്റാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. അതൊരു ഉറച്ച നിലപാടാണ്. ആ ഉറച്ച നിലപാട് അദ്ദേഹം സ്വീകരിച്ചതിന് ഞങ്ങൾ അഭിനന്ദിച്ചിട്ടുണ്ട്. ഞങ്ങൾ അദ്ദേഹവുമായിട്ടോ NSSുമായിട്ടോ ഒരു തർക്കമില്ല. ഞങ്ങളെ സംബന്ധിച്ച് NSS ആയാലും SNDP ആയാലും സാമുദായിക സംഘടനകളായാലും അവർക്ക് അഭിപ്രായം പറയാനുള്ള സർവ്വ സ്വാതന്ത്ര്യമുണ്ട്. സത്യത്തില് ശബരിമല വിഷയത്തില് NSSന്റെ നിലപാട്, BJPയുടെ നിലപാട്, വിവിധ ഹൈന്ദവ സംഘടനകളുടെ നിലപാട് ഒന്നായിരുന്നു. CPM അവരുടെ നിലപാടിൽ മാറ്റം വരുത്തി. ആ മാറ്റം ആത്മാർത്ഥയില്ല എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. NSSും SNDPയും അനഭിമതനായി കാണുന്ന VD സതീശൻ എന്ന ഘടകം കൂടി രണ്ട് സമുദായ സംഘടനകളുടെയും പ്രത്യേകിച്ച് NSSന്റെ UDF വിമർശനത്തിന് പിന്നിലുണ്ടാകും. സമുദായ സംഘടനാ നേതാക്കൾ പറയുന്നത് അതേപടി സമുദായ അംഗങ്ങൾ മുഖവിലേക്കെടുക്കില്ലെന്ന് പറയാമെങ്കിലും തെരഞ്ഞെടുപ്പ് സമയത്ത് പിന്തുണ ഉറപ്പിക്കാനുള്ള നീക്കങ്ങൾ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗം കൂടിയാണ്. വിഷയാധിഷ്ഠിതമായി സർക്കാരുകളെ വിമർശിക്കുകയും അനുകൂലിക്കുകയും ചെയ്യുമ്പോഴും തെരഞ്ഞെടുപ്പ് സമയത്ത് സമദൂരം വെടിയാൻ NSS ശ്രമിക്കാറില്ല. സമുദായ നേതാവിന് മറ്റ് ലക്ഷ്യങ്ങൾ എന്ന വിമർശനത്തിന് ആക്കം കൂട്ടുന്നതും ഇതുതന്നെ.